നമസ്കാരം. നിലമ്പൂരിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഉയരുന്ന ചോദ്യം ഒരു ദാർശനികമായ ചോദ്യമാണ്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യം. ഈ ചോദ്യം ആദ്യമായി നിലമ്പൂരിൽ ഉയർത്തിയത് CPIM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഞങ്ങളുടെയൊക്കെ ആദരണീയനായ സുഹൃത്ത് സഖാവ് TM സിദ്ദീഖാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ആവേശപൂർവ്വം സംസാരിച്ചുകൊണ്ട് സഖാവ് സിദ്ദീഖ് പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം, അവരേത് പാർട്ടിയിൽ അകപ്പെട്ടവരാവട്ടെ. അത് BJP-ക്കാരാവാം, ജമാഅത്തെ ഇസ്ലാമിക്കാരാവാം, SDPI-ക്കാരാവാം, PDP-ക്കാരാവാം. ആരായിരുന്നാലും അവരൊക്കെ മനുഷ്യരാണ്. മനുഷ്യരുടെ വോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും വോട്ട് ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കും, ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും എന്ന് ആവേശപൂർവ്വം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. TM സിദ്ദീഖിന്റെ പ്രസംഗം കഴിഞ്ഞ് ഉടനെ മാധ്യമപ്രവർത്തകർ സ്ഥാനാർത്ഥി M സ്വരാജിനോട് ചോദിച്ചു, എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാ വർഗീയ കക്ഷികളുടെയും വോട്ട് കൂടി സ്വീകാര്യമാണ് എന്നല്ലേ? സ്വരാജ് വളരെ സമർത്ഥം എന്ന് തോന്നുന്ന മട്ടിൽ അടിസ്ഥാനരഹിതമായ എന്നാൽ അങ്ങേയറ്റത്തെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു മറുപടിയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മനുഷ്യൻ്റെ വോട്ട് വേണം, പക്ഷേ ഞങ്ങളുടെ കണക്കിൽ വർഗീയവാദികൾ ആരും തന്നെ മനുഷ്യന്മാരല്ല. സങ്കീർണമാണ് ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാവുകയാണ്. ഈ സങ്കീർണത നിലമ്പൂരിലെ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ തന്നെ സങ്കീർണതയാണ്. അതൊരു പക്ഷേ കേരളത്തോടൊപ്പം തന്നെ പഴക്കമുള്ള ഒരു സങ്കീർണതയാണ്. ചോദ്യം ഇതാണ്, ആരാണ് കേരളത്തിലെ വർഗീയ കക്ഷികൾ? അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ വർഗീയ കക്ഷിയുടെ നിർവചനം എന്താണ്? അത് പ്രത്യയശാസ്ത്രപരവും ആശയപരവുമായ ഒരു തലത്തിലാണ് ഒരു കക്ഷിയെ നിങ്ങൾ വർഗീയ കക്ഷി എന്ന് വിളിക്കുന്നതെങ്കിൽ അതിന് സ്ഥായിയായി ആ സ്വഭാവം നിലനിർത്തിയിട്ടുണ്ടോ ആ സംഘടനകൾ? അല്ലെങ്കിൽ ആ സംഘടനകളെക്കുറിച്ചുള്ള ഇതര കക്ഷികളുടെ നിലപാടിൽ ഒരു സ്ഥായി ഭാവം ഉണ്ടായിട്ടുണ്ടോ? മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് ഇന്ന് ആരെങ്കിലും പറയുമോ? പറഞ്ഞാൽ തന്നെ അവർക്ക് പറഞ്ഞു നിൽക്കാനാവുമോ? അവരുടെ ചരിത്രം തന്നെ അതിന് അവരോട് കയർക്കുകയില്ലേ, കലഹിക്കുകയില്ലേ എന്ന ചോദ്യം. സംഘപരിവാർ രാഷ്ട്രീയത്തെ തൊട്ട് കളിക്കാത്തവർ ആരാണ്? അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യം പറ്റാത്തവരാരാണ്? ജനസംഘവുമായി ചേർന്ന് മത്സരിച്ചിരുന്ന അടിയന്തരാവസ്ഥ കാലത്തെ ഒരു രാഷ്ട്രീയം എല്ലാവർക്കും ഓർമ്മയുണ്ട്, നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്. അത് ഇന്ത്യയിലെ എത്രയോ സംസ്ഥാനങ്ങളിൽ അത് CPM-ഉം CPI-യും ഒക്കെ ഈ ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടി നാട് ഭരിച്ചത് നമ്മൾ ചരിത്രത്തിലെമ്പാടുമുണ്ട്. ഏറ്റവും ഒടുവിലാണ്. എന്നാൽ അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല, കോൺഗ്രസ്, ലീഗ്, BJP എന്ന പേരിൽ കോലീബി സഖ്യം 90കളുടെ തുടക്കത്തിൽ ഈ കേരളത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മുസ്ലിം ലീഗിനോട് ഇത് സാധ്യമല്ല, ഒരു നിർവചനം സാധ്യമല്ല. BJP-യോട് സാധ്യമാണോ? BJP-യോട് പോലും സാധ്യമല്ല. തരാതരം പോലെ ഞങ്ങൾക്ക് RSSൻ്റെ വോട്ട് വേണ്ട എന്നൊക്കെ ചിലർ പറയുമെന്നല്ലാതെ, ഞങ്ങൾക്ക് BJP-യുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറയുമെന്നല്ലാതെ, അതിനെ അവരുടെ ചരിത്രം തന്നെ, അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം തന്നെ അത്തരം പ്രസ്താവനകൾക്ക് നേരെ ഇളിച്ച് കാണിക്കും, പല്ലിളിച്ച് കാണിക്കും. അതാണ് ചിത്രം. ഇനി ഇപ്പോഴത്തെ പിന്നീടുണ്ടായ മൂവ്മെൻറ്റുകളാണല്ലോ, പിന്നീട് വന്ന രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല, വോട്ട് ചെയ്തിരുന്നില്ല, രാഷ്ട്രീയ വിശ്വാസികളായിരുന്നില്ല, ജനാധിപത്യവാദികളായിരുന്നില്ല. പിൽക്കാലത്ത് വളരെ വളരെ വൈകിയാണ് പതിവ് പോലെ എല്ലാ കാര്യത്തിലും എന്ന പോലെ അവർ തീരുമാനമെടുത്തത്. തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വ്യക്തിപരമായ മൂല്യം നോക്കി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് രാഷ്ട്രീയ മൂല്യങ്ങൾ നോക്കി രാഷ്ട്രീയ കക്ഷികൾക്ക് മാറി മാറി വോട്ട് ചെയ്യാൻ തുടങ്ങി, മുന്നണികൾക്ക് മാറി മാറി വോട്ട് ചെയ്യാൻ തുടങ്ങി. ജമാഅത്തെ ഇസ്ലാമി പിന്നീട് ഏതാണ്ട് 2011 ഒരു സ്വന്തം പാർട്ടി ഉണ്ടാക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി. അതിൻ്റെ പേരാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. 2011 ഏതാണ്ട് 10-14 കൊല്ലം ആയിട്ടേ ഉള്ളൂ. വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നത് വരെ ജമാഅത്തെ ഇസ്ലാമി കേരളം ഭരിച്ച എല്ലാ മുന്നണികൾക്കും മാറി മാറി പിന്തുണച്ചുകൊണ്ടേയിരുന്നു. ഒരു നിവൃത്തിയുമില്ല, അത് അവരുടെ തീരുമാനമാണ്. ആരും അത് വേണ്ട, വോട്ട് വേണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒക്കെ തരാതരം പോലെ മുസ്ലിം ലീഗ്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ മറ്റെവിടുന്നെങ്കിലും കുറച്ച് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമി വോട്ട് വേണ്ട എന്ന് പറയും എന്നല്ലാതെ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാത്ത കക്ഷികൾ, മുന്നണികൾ കേരളത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. UDF-നാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഈ 2011 ഒരു പ്രത്യേകത, വെൽഫെയർ പാർട്ടി ഉണ്ടായത് അന്നാണ്. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 2014 തൊട്ട് നരേന്ദ്രമോദിക്ക് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ ചെറുക്കാനെന്ന വ്യാജേന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയെ പിന്തുണക്കുക എന്നത് അവരുടെ നയമാണ്, പ്രഖ്യാപിത നയമാണ്. അത് തന്നെയാണ് അവർ നിലമ്പൂരിലും ചെയ്തിരിക്കുന്നത്. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥിതി.
പിന്നൊന്ന് PDP ആണ്. ഇപ്പോൾ SDPI ഇതേപോലെ തന്നെ SDPI കേരളത്തിലെ മാറി മാറി വന്ന മുന്നണികൾക്കൊക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇനി നിലമ്പൂരിലെ ചോദ്യം എന്താണ്? നിലമ്പൂരിലെ ചോദ്യം ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂരിൽ UDFന് പിന്തുണക്കുന്നു. PDP എത്ര PDP വോട്ട്? ഇതുവരെ PDPയുടെ ഒരു വോട്ടിൻ്റെ കണക്ക് സമീപകാലത്തൊന്നും നിലമ്പൂരിൽ മത്സരിച്ച ആയിട്ട് കണക്ക് നമുക്ക് പറയാൻ വയ്യ. പക്ഷേ PDPക്കാർ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഇപ്പുറത്ത് പിന്തുണ കൊടുത്തു. അതിനേക്കാളും രസകരമായൊരു കാര്യം, ഇപ്പോൾ മുസ്ലിം വർഗീയവാദികൾ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു എന്ന് UDF ആരോപിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ബാലൻസ് ചെയ്യുന്ന മട്ടിൽ കടുത്ത ഹിന്ദു വർഗീയവാദികൾ എന്ന് പേര് കേട്ട ഒരു കൂട്ടരും കൂടി LDFന് പിന്തുണ കൊടുത്തു. അതാരാണ്? അത് ഹിന്ദു മഹാസഭയാണ്. പഴയ ഹിന്ദു മഹാസഭയുടെ ഒരു പുതിയ അവതാരം എന്ന നിലയിൽ നമ്മുടെ തോക്കുസ്വാമി നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി ഇപ്പോൾ ഉണ്ട്. ആ പാർട്ടിയുടെ പേര് എന്താണ്? അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്നോ മറ്റോ ആണ്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ വേഗത്തിൽ പിന്തുണ കൊടുത്തു. അതിലിപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് ആവശ്യത്തിന് ദുഷ്പേരായി. ഒന്ന് PDP എന്ന ആത്യന്തിക തീവ്രവാദി മുസ്ലിം വർഗീയവാദി ഉണ്ട്. 2 ആത്യന്തിക ഹിന്ദു വർഗീയവാദി എന്ന് പേര് കേട്ട തോക്കുസ്വാമിയുടെ ഹിന്ദു മഹാസഭയും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് രണ്ടും തെളിഞ്ഞ് ബാലൻസ് ചെയ്ത് പോകാം എന്ന് പറയാം. പക്ഷേ PDPയുടെ വോട്ട് നേടിയതിനെക്കുറിച്ച് ഇടതുപക്ഷം പലപ്പോഴും പറയുന്ന വാദങ്ങൾ ബാലിശമാണെന്ന് പറയാതെ വയ്യ. ഒന്നാമത്തെ കാര്യം, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്നവരുടെ പാർട്ടിയാണ്. മാത്രമല്ല VS അച്യുതാനന്ദനേക്കാളും ആദരവോടുകൂടി അബ്ദുൽ നാസർ മഅദനിയെ അവർ പൊതുവേദിയിൽ, തെരഞ്ഞെടുപ്പിൻ്റെ വേദിയിൽ സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ് പൊന്നാനി മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ജയസാധ്യത ഉണ്ടായിരുന്നൊരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി തോറ്റത് നമ്മൾ കണ്ടതാണ്. അബ്ദുൽ നാസർ മഅദനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കൊടുത്ത പൊതു സ്വീകരണത്തിൽ ആഭ്യന്തരമന്ത്രിയായി നേരിട്ട് പങ്കെടുത്തത്, പാർട്ടി സെക്രട്ടറിയായിരുന്ന ആഭ്യന്തരമന്ത്രി പോയി പങ്കെടുത്ത് നമ്മൾ കണ്ടതാണ്. ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. വർഗീയതയാണെങ്കിൽ പോലും അത് ആത്മാർത്ഥമായിരിക്കണം, ആശയപരമായിരിക്കണം, ആമാശയപരമാകരുത്. അബ്ദുൽ നാസർ മഅദനിയെക്കുറിച്ച് പുറത്തു വന്ന ഏറ്റവും ഒടുവിലത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കാലമായി മലയാളി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അബ്ദുൽ നാസർ മഅദനിയുടെ പാർട്ടിയുടെ PDPയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്ന KP ചിത്രഭാനു എന്ന മനുഷ്യൻ പുസ്തകമായി എഴുതിയിട്ടുണ്ട്. ഞങ്ങളോടൊക്കെയുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അബ്ദുൽ നാസർ മഅദനി ഇതുവരെ ചെയ്ത എല്ലാ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും സമരങ്ങളും ഒക്കെ കച്ചവടമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ട് സ്വന്തം അനുയായികളുടെ ബോംബ് പൊട്ടിയിട്ടാണ് എന്ന് മാത്രമല്ല, അത് കാൽപാദം മാത്രം മുറിക്കാമായിരുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം കാൽമുട്ടിന് താഴെ ബലമായി മുറിപ്പിച്ചതാണ് രക്തസാക്ഷിയുടെ പരിവേഷം ഉണ്ടാക്കാൻ. വർഗീയതയെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയിട്ട് അതിനെ കച്ചവടം ചെയ്യുന്നവരുടെ വോട്ട് എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിനേക്കാൾ മാരകമാണ് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വലിയ കുഴപ്പക്കാരും PDP എന്തോ മുന്തിയവരുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ദയവായിട്ട് ഇടതുപക്ഷ നേതാക്കന്മാർ നടത്തരുത് എന്ന് ആണ് എൻ്റെ ഒരു അപേക്ഷ. അവസാനമായി ഒറ്റ കാര്യം കൂടി പറയണം. SDPI ആണ് ഇതിലൊരു ഘടകം. നിലമ്പൂർ പക്ഷേ SDPI മത്സരിക്കുന്നുണ്ട്. SDPI നിലമ്പൂരിൽ മത്സരിക്കാൻ ഉള്ള കാരണങ്ങളിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിന് തൊട്ട് മുമ്പ് കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടല്ലോ. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചേലക്കരയിൽ ആദരണീയനായ K രാധാകൃഷ്ണൻ എന്ന നിസ്തുലനായ, നിഷ്കളങ്കനായ, അല്ലെങ്കിൽ അതുല്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ തോൽപ്പിക്കാൻ അവിടെ നമ്മുടെ സാക്ഷാൽ PV അൻവർ മുൻകൈ എടുത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. NK സുധീർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 4000-ഓളം വോട്ടുകൾ അവരവിടെ പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സുധീറിന് കിട്ടിയ വോട്ടുകൾ തീർച്ചയായിട്ടും അത് UDFൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ മാത്രമാവാനിടയില്ല. മാത്രമല്ല ചെറിയ പങ്ക് അവിടുന്ന് കിട്ടിയതാണെങ്കിൽ പോലും വലിയൊരു പങ്ക് SDPIയുടെ പിന്തുണയായിരുന്നു. പരസ്യമായി അവിടെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായ UDFൻ്റെയോ LDFൻ്റെയോ അല്ല, അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായ NK സുധീറിന് വളരെ പരസ്യമായി SDPI പിന്തുണ നൽകിയിരുന്നു. SDPI സാമ്പത്തികമായും സഹായിച്ചിരുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഒരിക്കൽ പോലും PV അൻവർ എന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ ചേലക്കരയിലെ പ്രകടനത്തെക്കുറിച്ച് പറയുകയും പാലക്കാട്ട് വളരെ തന്ത്രപരമായി അദ്ദേഹം UDFന് പിന്തുണ കൊടുത്ത് രക്ഷപ്പെട്ടു. ചേലക്കരയിൽ മാത്രമാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ആ സ്ഥാനാർത്ഥിക്ക് ആരും പിന്തുണക്കാനില്ലാതിരുന്നപ്പോൾ ഒരു കക്ഷി എന്ന നിലയിൽ പിന്തുണച്ചത് SDPI ആണ്. അത് അദ്ദേഹം പറയണമായിരുന്നു. ഒരിക്കൽ പോലും PV അൻവർ അങ്ങനെ ഒരു സംഘടന അദ്ദേഹത്തെ പിന്തുണച്ചത് അക്നോളജ് ചെയ്തിട്ടില്ല. അവർക്ക് നന്ദിയോടെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആ നന്ദികേടായിരിക്കണം ഇപ്പോൾ നിലമ്പൂരിൽ അൻവർ നിർണായകമായൊരു ഘടകമായിരിക്കുന്ന സമയത്ത്
SDPIക്ക് നിലമ്പൂരിലുള്ള വോട്ട് 4,000 വോട്ടെങ്കിലും അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ വോട്ട് അൻവറിന് കിട്ടിയാൽ അത് പ്രയോജനപ്പെടുമായിരുന്ന ഒരു ഘട്ടത്തിൽ ആ വോട്ട് അൻവറിന് എന്തായാലും കിട്ടാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ SDPI സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മത്സരിക്കുന്നു. അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടിയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം തീർച്ചയായിട്ടും അപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാണ്. അതുകൊണ്ട് അൻവറിന് നിലമ്പൂരിലെ ഈ വർഗീയ കക്ഷികളുമായുള്ള ബന്ധത്തിൽ ഒരു ഘടകം, ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് SDPIയുടെ സ്ഥാനാർത്ഥി വന്നതിലാണ്. SDPI സ്ഥാനാർത്ഥി അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ഒരാളോടും, ഒരു കക്ഷിയോടും, ഒരു വ്യക്തിയോടും, ഒരു പങ്കാളിയോടും മര്യാദ കാണിച്ചിട്ടില്ല, സത്യസന്ധത കാണിച്ചിട്ടില്ല, കൂറ് കാണിച്ചിട്ടില്ല എന്നതിൻ്റെ ഒടുവിലത്തെ തെളിവ് കൂടിയാണ് SDPI നിലമ്പൂരിൽ മത്സരിക്കുന്നത്. ഈ സമയത്ത് അൻവർ പറഞ്ഞൊരു വാക്ക് ആദ്യം ഞാൻ സൂചിപ്പിച്ച ഒരു ദാർശനിക പ്രശ്നത്തോട് ചേർത്ത് പറയാം. അൻവർ 1,00,000 വോട്ട് പിടിക്കും എന്ന് യാതൊരു ലജ്ജയുമില്ലാതെ, യാതൊരു സങ്കോചവുമില്ലാതെ പ്രഖ്യാപിച്ചപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. പ്രത്യേകിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഞാൻ കണ്ടത്, എവിടുന്ന് കിട്ടും ഈ വോട്ട്? ഏത് മുന്നണിയുടെ വോട്ടാണ് അങ്ങേക്ക് കിട്ടാൻ പോകുന്നത്? ആകെ അവിടെ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടേ പോൾ ചെയ്യാൻ പോകുന്നുള്ളൂ. അവിടുന്ന് 1,00,000 വോട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മനുഷ്യൻ വോട്ട് ചെയ്യുന്ന, മുന്നണികളല്ല, കക്ഷികളല്ല, രാഷ്ട്രീയ പാർട്ടികളല്ല, മനുഷ്യൻ വോട്ട് ചെയ്യും. അതുകൊണ്ട് മനുഷ്യൻ്റെ വോട്ട് കിട്ടാനിടയുള്ള ഒരേ ഒരാൾ അൻവറാണ്. ഞാൻ ആവർത്തിക്കുന്നു, നിലമ്പൂരിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ മുന്നണികളും വർഗീയ കക്ഷികളുമായി വോട്ട് കൊണ്ടെങ്കിലും ബന്ധപ്പെട്ടിരിക്കെ അവരൊന്നും ശുദ്ധ മനുഷ്യരാണ്, ശുദ്ധ മനുഷ്യാത്മാക്കളാണെന്ന് പറയാനാവില്ല. ശുദ്ധ മനുഷ്യാത്മാക്കളുടെ വോട്ട് കിട്ടാനിടയുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ PV അൻവറാണ്. അവശേഷിക്കുന്ന ചോദ്യം ഒന്ന് മാത്രമാണ്, അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ എത്ര മനുഷ്യന്മാർ ബാക്കിയുണ്ട്? നന്ദി, നമസ്കാരം.